Hallelujah. Hallelujah. Yeah, that's our typical way to test the mic. It's working or ടെസ്റ്റ് not. ചെയ്യുന്ന രീതിയാണത്. The Christian way of testing the mic. മൈക്ക് ടെസ്റ്റ് ചെയ്യുന്ന Even ക്രിസ്തീയ that can രീതിയാണ്. be a praise to God. അതും ദൈവത്തിന് ഒരു സ്തുതിയാകുവാൻ കഴിയും. I'm on an assignment to continue where you stopped last week. നാം കഴിഞ്ഞ ആഴ്ച എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാനായിട്ടുള്ള ഒരു പദ്ധതിയിലായിരിക്കുന്നു. We heard about being consecrated unto the Lord. ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിച്ച് വേർതിരിക്കപ്പെടുന്നതിനെ കുറിച്ച് നാം കേട്ടു. And we'll refer to the scripture, consecrate yourself so that I will do a new or a great thing. നാം ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിച്ച് വേർതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ മധ്യ അതിശയം പ്രവർത്തിക്കുമെന്നുള്ള വാക്യം നാം കണ്ടു. Many would have heard and gone back to the routine life, but the very fact that God is reminding us is to get ourselves consecrated unto Him. പലരും ഇത് കേട്ട് അവരുടേതായിട്ടുള്ള ദൈനംദിന ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടാകാം. എന്നാൽ യേശു വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാകും. I can assure you that if we don't practice this week, again the next week the word will be consecrate yourself. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ അടുത്ത ആഴ്ചയും ഇത് തന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്ന ദൂത്. And the reason is because God wants to do a great things. കാരണം ദൈവത്തിന്റെ ആഗ്രഹം അല്ലെങ്കിൽ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവം അതിശയം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. I am believing that we are on a verge of seeing some breakthrough. ഞാൻ വിശ്വസിക്കുന്നു നാം ഓരോരുത്തരും വലിയ ചില മുന്നേറ്റങ്ങൾ കാണുന്നതിന്റെ അറ്റത്തായിരിക്കും. I am believing we are on a verge to take over, to cross over, to see some mighty works of God. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കാണുവാൻ തക്കവണ്ണം നാം മുന്നോട്ട് പോയി മുന്നേറി പ്രാപിക്കുന്ന സാഹചര്യങ്ങളിലായിരിക്കുന്നു. And the Lord is calling us, consecrate yourself. ദൈവം നമ്മോട് പറയുകയാകുന്നു വിശുദ്ധീകരിച്ച് വേർതിരിക്കുക. And consecrate would mean set apart. വേർതിരിക്കുക എന്ന് പറയുന്നത് വിശുദ്ധീകരിക്കപ്പെട്ട് മാറുക എന്നുള്ളതാണ്. Set apart unto the Lord. ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ വേർതിരിക്കപ്പെടുന്ന അനുഭവം. Set apart to love Him, to serve Him, to be in His presence. യേശുവിനെ സ്നേഹിച്ച് യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്ന അവസ്ഥ. If you're not setting yourself apart, you're becoming one among the rest. നിങ്ങൾ വേർതിരിക്കപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഒരുവനായി മാറുകയാണ്. God wants His children to be set apart because His kingdom is very different from what the world has to offer. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ മക്കൾ വേർതിരിക്കപ്പെടുക എന്നുള്ളതാകുന്നു. കാരണം ദൈവത്തിന്റെ രാജ്യം നൽകാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാകും. So today's word is to consecrate ourselves to host His presence. അതുകൊണ്ട് ഇന്നത്തെ വചനം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തെ വഹിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ വേർതിരിക്കുക. We'll also learn one of His covenant name, which is Jehovah Shammah. The Lord is there. യഹോവ ഷമ എന്നുള്ള ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഒരു നാമം കൂടെ നാം പഠിക്കുകയാണ്. യേശു കൂടെ ഇരിക്കുന്ന ദൈവം. Just tell it loudly, Jehovah Shammah. യഹോവ ഷമ എന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. Sounds good, right? It's a Hebrew word. എബ്രായ പദമാണ്, കേൾക്കാൻ ഒരു രസമുണ്ട്. All of us appear very scholarly when we use some of these Hebrew words. എബ്രായ പദങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മളൊക്കെ വലിയ വചന പണ്ഡിതരാണെന്നൊരു തോന്നലൊക്കെ വരും. Yeah, let's make it a little more like a scholar. അങ്ങനെ ഇച്ചിരി കൂടെ നമ്മൾ പഠിപ്പുള്ളവരെ പോലെ ആക്കാം. Okay, I want you to know Shammah would mean God's covenant presence. ദൈവത്തിന്റെ ഉടമ്പടിയിലുള്ള സാന്നിധ്യം എന്നുള്ളതാകുന്നു ഷമ്മ എന്നുള്ള വാക്കിന്റെ. And He has kept that his name. യഹോവയുടെ നാമവും അങ്ങനെ ചേർത്ത് വെക്കുകയാണ്. So that we know that it is His nature to dwell among His people, that His people, His sons and daughter would experience the manifest presence of God, and that is Jehovah Shammah. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഉടമ്പടിയുടെ ദൈവം എന്ന് പറയുന്നത് തന്റെ മക്കളോടൊപ്പം വസിക്കുവാൻ ഏറെ ആഗ്രഹിക്കുകയും ആ ദൈവമാകുന്നു യഹോവ ഷമ്മ. This morning God is promising His nature by reminding us His name once again. I am Jehovah Shammah. ഈ പ്രഭാതത്തിൽ യേശു തന്റെ സ്വഭാവം ഒരിക്കൽ കൂടെ വെളിപ്പെടുത്തുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ യഹോവ ഷമ്മ ആകുന്നു. I am there. ഞാൻ കൂടെ ഉണ്ട്. Anyone who wants to say amen to that? അതിനാരെങ്കിലും ആമേൻ പറയാൻ ആഗ്രഹിക്കുന്നോ? Whatever situation that you can foresee, എന്തെല്ലാം നിങ്ങൾ മുന്നോട്ട് എന്ന് പറഞ്ഞാലും the Lord says, I am there. ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. I am Jehovah Shammah, ഞാൻ യഹോവ ഷമ്മ ആകുന്നു. the Lord who is there.
കൂടെ ഇരിക്കുന്ന ദൈവം. I'm Jehovah Shammah, the Lord who is there. കൂടെ ഇരിക്കുന്ന ദൈവമാകുന്ന യഹോവ ഷമ്മ ആകുന്നു. I am Jehovah Shammah, the Lord who is there. യഹോവ ഷമ്മ ആകുന്ന ദൈവമാകുന്നു ഞാൻ കൂടെ ഇരിക്കുന്ന ദൈവം. I'm just praying, Father, let this truth of your nature go into our bones and marrow, into our soul and spirit, that we will never doubt your presence. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് കൂടെ ഉണ്ട് എന്നുള്ള ഈ സത്യം കർത്താവെ അത് ഞങ്ങളുടെ സന്ധിമജ്ജകളിലേക്കും ഞങ്ങളുടെ സകല വ്യവസ്ഥിതികളിലേക്കും കയറട്ടെ. അതിനാൽ ഞങ്ങൾ ഒരിക്കലും ഇനി ഈ സത്യത്തെ True to your name, your Jehovah Shammah, the Lord who is there. കർത്താവെ, അങ്ങയുടെ നാമത്തോട് സത്യം പുലർത്തുന്നത് പോലെ യഹോവ ഷമ്മ ആകുന്ന അങ്ങ് എല്ലായ്പ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. See, Jehovah Shammah is mentioned in Old Testament once in Ezekiel last verse. ഹെസ്കേലിൻ്റെതായിട്ടുള്ള പുസ്തകം പഴയ ഉടമ്പടിയിൽ, അതായത് അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിലാകുന്നു യഹോവ ഷമ്മ എന്നുള്ള വാക്യം പറഞ്ഞിരിക്കുന്നത്. When Israel, Jerusalem were backslidden, they were in dark days, and God was promising them that I will be there. There will be a new city, new temple, and I will be there. That was the last line in the book of Ezekiel. ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ അന്ധകാരത്തിൻ്റെതായിട്ടുള്ള അനുഭവത്തിൽ നിൽക്കുമ്പോൾ ദൈവം പറയുകയാകുന്നു, ഞാനാകുന്ന വെളിച്ചം നിങ്ങളോട് കൂടെ ഉണ്ടാകും. The last revelation of his name was Jehovah Shammah. That's in Old Testament. That was his last revealed name, Jehovah Shammah, and it was in Ezekiel last verse. പഴയ ഉടമ്പടിയിലെ യേശു അല്ലെങ്കിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ആ നാമങ്ങളുടെ അവസാനത്തെ വെളിപ്പാടായിരുന്നു ഈ യഹോവ ഷമ്മ എന്നുള്ളതായിട്ടുള്ള ആ പേര്. Fast forward, New Testament, the first revealed name was Emmanuel. God is with us. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ആദ്യത്തെ നാമം എന്ന് പറയുന്നത് ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. That is his promise. I am with you. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. I was, I am, I will be forever with you. My presence will dwell with you. ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ട്, ഞാൻ ഇനി എന്നേക്കും അനന്യനായി തന്നെ ഉണ്ടാകും. എൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാകും. We're not talking about the omnipresence of God. ദൈവത്തിന്റെ സർവ്വവ്യാപിയായിരിക്കുന്ന ആ കാര്യത്തെക്കുറിച്ചല്ല We're പറയുന്നത്. talking about the manifest presence of God. ദൈവത്തിന്റെ പ്രകടമായിരിക്കുന്ന സാന്നിധ്യം. That is because Jesus is present, his presence manifests in different ways. അത് യേശു ഉള്ളത് കൊണ്ടാകുന്നു. യേശുവിന്റെ സാന്നിധ്യം വ്യത്യസ്തമായ രീതിയിൽ പ്രകടമാകുന്നു. The omnipresence is for everyone. സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സകലർക്കും But ഉള്ളതാണ്. his covenant of manifest presence is for his children. എന്നാൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ഉടമ്പടിയിൽ നിന്നുള്ള സാന്നിധ്യം എന്ന് പറയുന്നത് The Lord is മക്കൾ calling us, set apart, get yourself out, set apart, consecrate yourself so that you will host that manifest presence of God. ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വേർതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രകടമായിരിക്കുന്ന സാന്നിധ്യത്തെ വഹിക്കുവാൻ നമുക്ക് കഴിയും. Just stay with me. I want to go quickly together with one verse that we read last week, and then we will go with few other verses. Joshua chapter 1 verse 5. എന്നോട് ചേർന്ന് നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച വായിച്ചതായിട്ടുള്ള ആ വാക്യം പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. This word is for somebody who wants, who desires to fulfill God's purpose in their life. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതി നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാകുന്നു. This word today is for somebody who desires to accomplish the assignment God has for them. ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നതായിട്ടുള്ള പദ്ധതി അത് നിവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കുള്ള Anybody here? Anybody here? അങ്ങനെ Anybody here? ആരെങ്കിലും ഉണ്ടോ Anybody here? This word is for those who wants to cross over. ഇങ്ങനെ മുന്നേറുവാനായിട്ട് കടന്ന് പ്രാപിക്കുവാൻ ആഗ്രഹമുള്ളവർക്കാകുന്നു. This word is for somebody who wants to take over. ചെന്ന് പ്രാപിക്കുവാനായിട്ട് ആഗ്രഹമുള്ളവർക്കാകുന്നു ഈ വാക്ക്. This word is for somebody who is passionate about God's purpose in this life. ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതിയെക്കുറിച്ച് ആവേശത്തോട് കാണുന്നവർക്കാകുന്നു ഈ വാക്ക്. This word is for somebody who is in a transition, going from one place to another place. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടി ആകുന്നു ഈ വാക്ക്. This
word is for somebody who is looking for a breakthrough. ഇത് ഒരു മുന്നേറ്റത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വാക്കാകും. This word is for somebody who is on the cusp of a new beginning, who is looking for something new, who's been hearing that something new is coming, and you're on the verge of a new beginning. ചില പുതിയ തുടങ്ങങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ചില പുതിയത് നടക്കുമെന്നുള്ളത് കേട്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള വാക്കാകുന്നു ഇത്. That was the situation Joshua was. അതാകുന്നു യോശുവ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു. Okay, so this Israelites were enslaved for 400 plus years, and they traveled for 40 years with the promise of a promised land. ഇസ്രായേലർ ഇപ്രകാരം ഒരു വാഗ്ദത്തത്തോടുകൂടെ മുന്നേറുവാനായിട്ട് ദൈവത്തിൻ്റെതായുള്ള വചനം കേട്ടിരിക്കുകയാണ്. And so they have walked 40 years, and they have come to a place where they can see the promised land, but Moses is no more. 40 വർഷത്തോളം അവർ വന്ന് അവർക്കിപ്പോൾ വാഗ്ദത്തദേശം കാണാം, എന്നാൽ മോശ ഇപ്പോൾ ഇവിടെയില്ല. I was just thinking, what is the mindset of these people? ഞാൻ ചിന്തിക്കുകയാണ് ഈ വ്യക്തികളുടേതായിട്ടുള്ള മനോഭാവം എന്താണ്. 400 years of slavery, 40 അല്ലെങ്കിൽ 400 വർഷത്തോളമുള്ള അടിമത്തം, 40 years of walking in wilderness, ഈ മരുഭൂമിയിൽ 40 വർഷത്തോളം ചെയ്യുന്ന യാത്ര, with seeing miracles and yet going away from God. അത്ഭുതങ്ങൾ കാണുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. Somewhere trusting that promise that God had given them, that he will take them into a land flowing with honey and milk. അവർ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ആശ്രയിക്കുകയാണ് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, അതായത് പാലും തേനും ഒഴുകുന്ന ആ ദേശത്തിലേക്ക് പോകുവാൻ കഴിയും. They can see the promised land, they can see that new beginning, but in their mind they do not know what to expect when they go there. അവർക്ക് ആ വാഗ്ദത്തദേശം കാണുവാൻ കഴിയുന്നു, അവർക്ക് ആ പുതിയ തുടക്കം കാണുവാൻ കഴിയുന്നാൽ എങ്ങനെ അത് പ്രാപിക്കുവാൻ കഴിയുമെന്ന് അറിയുകയില്ല. And God is expecting them to go into a new land, not to be a slave anymore, but to go and rule in that land. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവർ പുതിയതായിട്ടുള്ള ആ മണ്ഡലത്തിലേക്ക് പോകേണ്ടത് അടിമയായിട്ടല്ല, എന്നാൽ ചെന്ന് കയറി ഭരിക്കുവാനായിട്ടാകും. 40 years they were nomadic, and suddenly God is saying, you go and settle there. അല്ലെങ്കിൽ 40 വർഷത്തോളം അവർ നാടോടികളെ പോലെ നടന്നു, എന്നാൽ ദൈവം ഇപ്പോൾ പറയുകയാണ് നീ അവിടെ All this were new things for them. ഇതെല്ലാം അവർക്ക് പുതിയ കാര്യങ്ങളായിരുന്നു. I believe many of you are planning to get into something new in the new season. ഞാൻ വിശ്വസിക്കുന്നു പുതിയ കാലത്തിൽ പല പുതിയ കാര്യങ്ങളിലേക്കും നിങ്ങളിൽ പലരും കയറുവാൻ പോകുന്ന You പദ്ധതിയുണ്ട്. don't know what to expect when you go there. നിങ്ങൾക്ക് അറിയുകയില്ല അവിടെ പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത്. Your past experience may not be enough for you to get into that new beginning. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ അനുഭവങ്ങൾ ഒരുപക്ഷെ മതിയാകുകയില്ല ആ പുതിയ ആരംഭങ്ങളിലേക്ക് കയറുവാനായിട്ട്. It could be a ministry that God is calling you to. അതൊരുപക്ഷെ നിങ്ങളെ വിളിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷയായിരിക്കാം. It could be your calling where you want to step in, but you don't know what is going to happen there. അതൊരുപക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള വിളിയായിരിക്കാം, അവിടെ കയറണമെന്നുണ്ട്, എന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുകയില്ല. It could be God is prompting you to do a prayer at your home, but you do not know what and how and where to start, what to expect on the other side. ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയെ കുറിച്ചായിരിക്കാം, എന്നാൽ അതിൽ നിന്ന് പിന്നെ എന്താ മറ്റു വർഷത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. It could be a new business idea that you have been working on, but you don't know how to step in. It is there right in front of you, but you've never been there, so you have no idea. ഒരുപക്ഷെ അത് നിങ്ങൾ ആരംഭിക്കണമെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള പുതിയ ബിസിനസ് ഐഡിയ ആയിരിക്കാം, എന്നാൽ അതിൽ എങ്ങനെ പ്രവേശിക്കണം നിങ്ങൾക്ക് അറിയുകയില്ല. And getting into an unknown zone is a very scary thing. ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ അറിവില്ലാത്തതായിട്ടുള്ള മേഖലയിലേക്ക് കയറുക എന്നുള്ളത് പലപ്പോഴും ഭയപ്പെടുത്തുന്ന അനുഭവമാണ്. Doing something new is a very scary thing. പുതിയതായിട്ടുള്ള കാര്യം ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. Do you agree with me? നിങ്ങൾ എന്നോട് ചേർന്ന് സമ്മതിക്കുന്നു? അത് Do you agree with me? നിങ്ങൾ സമ്മതിക്കുന്നു? Yeah. That's where Joshua was. യോശുവയും അതുപോലൊരു സ്ഥലത്തായിരുന്നു. And his leader Moses, whom he followed, he was thinking maybe Moses will take them through, but Moses is no more. എന്നാൽ അവർ അനുഗമിച്ചുകൊണ്ടിരുന്ന മോശ, അവരുടെ നേതാവ്, ഒരുപക്ഷെ യോശുവ ചിന്തിച്ചുകൊണ്ടിരുന്നത് മോശ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു, എന്നാൽ മോശ ഇപ്പോൾ ഇല്ല. So there was disappointment in the camp. ആ കൂടാരത്തിൽ വലിയ നിരാശയുണ്ടായിരുന്നു. They can see the land, but they do not know how to cross over. അവർക്ക് ആ വാഗ്ദത്ത ദേശം അറിയാം, എന്നാൽ അങ്ങോട്ട് എങ്ങനെ കയറണമെന്ന് അവർക്ക് അറിയുകയില്ല. I'm sure Joshua was nervous when God called him to lead the people. എനിക്ക് ഉറപ്പാണ് ദൈവം യോശുവയെ അങ്ങനെ നയിക്കുവാനായിട്ട് വിളിച്ചപ്പോൾ താൻ വളരെ നെർവസ് ആയിരുന്നു. I'm sure people would have gone back grumbling. എനിക്ക് ഉറപ്പാണ് വ്യക്തികൾ പിറുപിറുത്തുകൊണ്ട് മടങ്ങിപ്പോയിട്ടുണ്ടാകാം.
God allowed them to grieve for few weeks, ദൈവം അല്പ ആഴ്ചകൾ അവരെ വിഷമിക്കുവാൻ അനുവദിച്ചു. and then God called on Joshua, and then first chapter is God's conversation with Joshua. അതിനുശേഷം ദൈവം യോശുവയെ വിളിച്ചു. ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് യോശുവയോടുള്ള ദൈവത്തിന്റെ സംഭാഷണമാണ്. And I want you to write this in your heart, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ അത് എഴുതണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. because this is the key for every new beginning that you're getting into. നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിലെ ഓരോ പുതിയ ആരംഭങ്ങളുടെയും താക്കോൽ എന്ന് പറയുന്നത് ഇതാകുന്നു. Joshua 1:5. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. Can you tell that with me? 1:5. 1:5 എന്ന് പറയാമോ? Joshua 1:5. യോശുവ 1:5. Joshua 1:5. യോശുവ 1:5. This is the promise God has for us. ഇത് ദൈവം നമുക്ക് വേണ്ടി നൽകുന്ന വാഗ്ദത്തമാകും. For as I was with Moses. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ. Now think about all the assignments God has for you. ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളെക്കുറിച്ചും ചിന്തിച്ചാട്ടെ. Think about those breakthrough that you are looking forward to. നിങ്ങൾ മുന്നോട്ട് നോക്കുന്നതായിട്ടുള്ള ആ ബ്രേക്ക് ത്രൂ, ആ വിടുതലെല്ലാം ചിന്തിച്ചാട്ടെ. Think about all the new things God is bringing in your life. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പുതിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിച്ചാട്ടെ. The Lord is promising this to you. ദൈവം ഇത് നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നു. For as I was with Moses, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ so I will be with you. നിന്നോടുകൂടെയും ഇരിക്കും. No, it did not sink in. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. Yahweh God, the maker, യഹോവയായ ദൈവം സൃഷ്ടാവ് at his word, തന്റെ വചനത്തിന്മേൽ everything comes to being. സകലതും ഉളവാകുന്നു. The sovereign God, ആ പരമാധികാരിയായിരിക്കുന്ന God of all creation, സകല സൃഷ്ടികളുടെയും is ദൈവം looking into your eyes നിങ്ങളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് and is പറയുകയാണ്. telling you this morning, നിങ്ങളോട് ഈ പ്രഭാതത്തിൽ for പറയുക, all the assignments that is ahead of you, നിങ്ങളുടെ മുൻപാകെയുള്ള സകലതായിട്ടുള്ള പദ്ധതികളും, for all the call that is over your life, നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ വിളിയെ സംബന്ധിച്ച്, for all the purposes that I have set apart for ജീവിതത്തിൽ you. ദൈവം ക്രമീകരിച്ചിരിക്കുന്ന പദ്ധതികൾ, As I was with Moses, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ so I will be with you. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. So I will be with you. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. So I will be with you. ഞാൻ നിന്നോടുകൂടെ I ഇരിക്കും. want this to sink into our spirit ഇത് for നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങട്ടെ. everything ahead of your life. നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ടുള്ള സകലത്തിലും As I was with Moses, മോശയോടുകൂടെ ഇരുന്നതുപോലെ so I will be with you. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. So I will be with you. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. In fact, അതോടൊപ്പം തന്നെ in the first chapter, ആദ്യത്തെ അധ്യായത്തിൽ God reminds Joshua about the promises. ദൈവം യോശുവയെ ഈ വാഗ്ദത്തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. There is a promise of inheriting the promised land. ഈ വാഗ്ദത്ത ദേശം അവകാശമാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തമുണ്ടല്ലോ. That is property. അത് എന്ന് പറയുന്നത് അവകാശമാണ്. That is luxury. അത് എന്ന് പറയുന്നത് വലിയ സൗകര്യമാണ്. That is something which people will go after. അത് വ്യക്തികൾ പുറകെ പോകുന്ന കാര്യം തന്നെയാകും. Because that's the promise of God. കാരണം അത് ദൈവത്തിൻ്റെതായിട്ടുള്ള അവകാശമാണ്. Then he promises, I will protect you from enemies. ദൈവം പറയുന്നത് ഞാൻ നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. That is safety. അത് നമ്മുടെ സുരക്ഷിതത്വമാണ്. That's a sense of security. അത് നമുക്കുള്ള ഒരു സുരക്ഷിതത്വ ബോധമാകും. You know, you can imagine a world where there is free flowing of honey and milk and all the provision, where you're ruling over that land and you are protected from enemies. What else would you need? നിങ്ങൾ ചിന്തിച്ചാട്ടെ, ഒരു വളരെ സമൃദ്ധമായുള്ള രാജ്യം, അവിടെ പാലും തേനും ഇങ്ങനെ ഒഴുകുകയാണ്, ശത്രുക്കളിൽ നിന്ന് ദൈവം നമ്മളെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നെങ്കിൽ എന്ത് മനോഹരമാണ്. Then God promises, അതിനുശേഷം ദൈവം പറയുകയാണ്, as I was with Moses, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ so I will be with you. നിന്നോടുകൂടെയും ഇരിക്കും. That was a promise of his presence. ആ വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ളതാണ്. Now I am thinking, ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, if Joshua had to process this, യോശുവയ്ക്ക് ഇത് ഒന്ന് ചിന്തിക്കണമെങ്കിൽ, land, ആ സ്ഥലമുണ്ട്, property, ഭൂസ്വത്തുണ്ട്, provisions, കരുതേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്, protection, ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, സുരക്ഷിതത്വമുണ്ട്. let's go after it. നമുക്കെന്നാൽ അതിന് പുറകെ പോകാമെന്ന് പറയുകയാണ്. But there was a promise of his presence. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തവും ഉണ്ടായിരുന്നു. And as he is processing it, അത് യോശുവ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, are you with me? Are you with me? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? As he's processing in his mind, തന്റെ മനസ്സിൽ അത് ചിന്തിക്കുമ്പോൾ, Joshua needs a reference to
to think and process this. യോശുവയ്ക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് മുൻപത്തെ എന്തെങ്കിലും ഒരു പരാമർശം വേണമല്ലോ. And what would be the standard Joshua would look at? യോശുവ ചിന്തിക്കുന്നതായിട്ടുള്ള നിലവാരം എന്തായിരിക്കും? Moses. മോശ. Because that's what he had seen all his life. കാരണം തന്റെ ജീവിതത്തിൽ മുഴുവനും കണ്ടിരിക്കുന്നത് അതാകുന്നു. He has seen Moses doing life with God. മോശ എപ്രകാരം ദൈവത്തോടു കൂടെ ജീവിക്കുന്നു എന്നുള്ളത് താൻ കണ്ടിരിക്കുന്നു. All the processing is happening. What would Moses do in this situation? ഈ സാഹചര്യത്തിൽ മോശ എന്ത് ചെയ്യുമെന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകുക. What would Moses do? മോശ എന്ത് ചെയ്യും? I'm sure he remembered a situation like this, ഇതുപോലെ ഒരു സാഹചര്യത്തെ കുറിച്ച് താൻ ഓർക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. which was there in Exodus chapter 33. പുറപ്പാട് പുസ്തകത്തിൻ്റെതായിട്ടുള്ള 33 അധ്യായം നാം നോക്കുമ്പോൾ, Because Bible says he was there with Moses in that situation. തിരുവചനം പറയുന്നത് ആ സാഹചര്യത്തിൽ യോശുവ മോശയോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. So let's go to Exodus chapter 3. അതുകൊണ്ട് പുറപ്പാട് 33 വാക്യത്തിലേക്ക് നമുക്ക് പോകാം. The reason is God is building us up to consecrate our lives so that we are so sure about his presence. അതായത് ദൈവം നമ്മെ വേർതിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് മുഖാന്തരം ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് നമുക്ക് വളരെ ഉറപ്പുള്ളവരാകുവാൻ. In Exodus chapter 33, പുറപ്പാട് 33 I'll give you the background. അതിന്റെ പശ്ചാത്തലം ഞാൻ നൽകാം. In chapter 32, 32 അധ്യായം, Moses is coming down from the mountain with the 10 commandments tablet. മോശ ന്യായപ്രമാണത്തിൻ്റെതായിട്ടുള്ള ഫലകങ്ങൾ കൊണ്ട് വരികയാണ് പർവ്വതത്തിൽ നിന്ന്. Moses was supposed to come a little early, he was delayed. മോശ അല്പം നേരത്തെ വരേണ്ടതായിരുന്നു, എന്നാൽ കുറച്ച് താമസിച്ചു പോയി. He was delayed. കുറച്ച് താമസിച്ചു പോയി, Maybe few days. അല്പ ദിവസങ്ങൾ. And people thought Moses has abandoned them and there is no such God, and people build their own god. ജനം ചിന്തിച്ചു മോശ ഞങ്ങളെ മറന്നു, അല്ലെങ്കിൽ ദൈവം അങ്ങനെ ഒന്നുമില്ല, മോശ അവിടെയില്ല എന്ന് പറഞ്ഞ് അവർ ചിന്തിച്ച് അവർ തങ്ങളുടേതായിട്ടുള്ള ദൈവത്തെ സൃഷ്ടിച്ചു. And so there was a party happening with their god. അതിൽ നിന്ന് അവിടെ ചില ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. Moses walks and he hears this music, he comes down, he saw the people and he gets angry. മോശ വന്നപ്പോൾ ഈ ശബ്ദമെല്ലാം കേട്ട് തന്റെ ജനത്തെ കണ്ട് What did he do? മോശ എന്ത് ചെയ്തു? He threw the tablets on the ground. Okay. My first visualization was he threw it on the people. ന്യായപ്രമാണത്തിന്റെ Because that's what he saw in the movie. താഴെ എറിഞ്ഞു. നാം പലപ്പോഴും ചിന്തിക്കുന്ന ആ വ്യക്തികളുടെ മേൽ എറിഞ്ഞു നോക്കിയാണ്, അങ്ങനെയാണ് മൂവിയിലുള്ളത്. I read it somewhere that it was symbolic of breaking the 10 commandments. അത് എന്ന് പറയുന്നത് അത് ആ ന്യായപ്രമാണം തെറ്റിക്കുന്നതിനെ കുറിച്ചുള്ള അടയാളമാണ് എന്നുള്ള രീതിയിൽ. Joshua was there. യോശുവ അവിടെ ഉണ്ടായിരുന്നു. So it was pretty much the same situation. People were away from God. അവിടെ അപ്പോൾ അതേ സാഹചര്യം തന്നെയാണ്. ജനം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു. Now Moses intercedes for his people. മോശ തന്റെ ജനത്തിന് വേണ്ടി ഇടവിൽ നിൽക്കുന്നു. Seeks for forgiveness. അതിനോടൊപ്പം തന്നെ പാപക്ഷമയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. Kills about 3,000 people. ഏകദേശം 3000 വ്യക്തികളെ വധിക്കുന്നു. And then he sets apart few people to start serving. അതിനുശേഷം ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ചില വ്യക്തികളെ വേർതിരിക്കുന്നു. And then there is a conversation between Moses and God. അതിനുശേഷം മോശയും ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമുണ്ട്. And I want you to pay attention to this. ഇതിനെക്കുറിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ. Because this is where Joshua learned his lesson to value the presence of God. കാരണം ഇവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ എങ്ങനെ വിലയോടെ കാണണം എന്നുള്ളത് യോശുവ മനസ്സിലാക്കുന്നത്. Chapter 33 verse 1. പുറപ്പാടിൻ്റെതായിട്ടുള്ള പുസ്തകം 33 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. The Lord said to Moses, "Depart, go up from here." അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചെന്നാൽ നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് You and the people whom you have brought up from the land of Egypt to the land of which I have sworn to Abraham, Isaac and Jacob, saying to your descendants, I will give it. നീ മിസ്രൈം ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്. Our God is a promise keeping God. ദൈവം വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമാകും. When people were in the rock bottom, വ്യക്തികൾ അവരുടെ ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്നപ്പോൾ, as we heard today, he remembered his promise. ദൈവം നമ്മൾ ഇന്ന് കേട്ടതുപോലെ തന്റെ വാഗ്ദത്തങ്ങളെ ഓർത്തു. So he's telling Moses that, I'm going to give this to you. ദൈവം മോശയോട് പറയുകയാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നു. So the promise was happening. അതുകൊണ്ട് ആ വാഗ്ദത്തം നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. Verse 2. 2-ാമത്തെ വാക്യം. I will send an angel, verse 2. I will send an angel before you.
ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. Angelic ministry was happening. ദൂതന്റേതായിട്ടുള്ള ശുശ്രൂഷ അവിടെ നടക്കുകയാണ്. So promise will happen with angels around you. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ സംഭവിക്കും, ദൂതന്മാർ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. And I will drive out the Canaanite, the Amorite, and which is, the demon chasing ministry also was happening there. കനാന്യൻ, അമോര്യൻ ഇവരെ എല്ലാവരും ഞാൻ ഓടിച്ചു കളയുമെന്നുള്ള പിശാചിനെ ഒഴിവാക്കുന്ന ശുശ്രൂഷയൊക്കെ അവിടെ So God നടക്കുന്നുണ്ട്. said, you will get the promise. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് വാഗ്ദത്തം ലഭിക്കും. I will send for the angels with you. നിങ്ങളോടൊപ്പം ഞാൻ ദൂതന്മാരെ And I അയക്കും. will give you the authority to chase off the demons. അതോടൊപ്പം തന്നെ പിശാചിനെ ഓടിക്കുവാനായിട്ടുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകും. And verse 3. മൂന്നാമത്തെ വാക്യം, Go up to the land flowing with milk and honey. ആ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പോകാം. And I will give you prosperity. ഞാൻ നിങ്ങൾക്ക് സമൃദ്ധി നൽകും. I will give you provision. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകും. Is that enough? അത് മതിയായോ? Is that enough? മതിയായോ? But then God says, എന്നാൽ അതിനുശേഷം ദൈവം പറയുന്നു, for I will not go up in your midst. ഞാൻ നിങ്ങളോടൊപ്പം വരികയില്ല. You might get all the promise and the ministry, everything might happen without the presence of God. നിങ്ങൾക്ക് സമൃദ്ധിയും എല്ലാ ശുശ്രൂഷയും കാര്യങ്ങളും എല്ലാം ലഭിക്കും, എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും, Because you are an obstinate people and I might destroy you on the way. കാരണം നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു, ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. It's not about the activities that we get into. നാം ഇടപെടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആയിരിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ള It's ആസ്പദമാക്കിയല്ല. not about the promise that God has for us. It is not about the prophecies that we have heard from Him. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ചല്ല, ദൈവത്തിൽ നാം കേട്ടിരിക്കുന്ന പ്രവചനങ്ങളെ കുറിച്ചല്ല. All that is good, but without His presence, ഇതെല്ലാം നല്ലതാണ്, എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യമില്ല എങ്കിൽ it is absolutely nothing. അതെല്ലാം ഒന്നുമില്ലായ്മ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തതുപോലെയാണ്. He's looking for His children who will value His presence more than the promise and the prophecies and the purpose. It is His presence of the Father that would make the difference. ദൈവത്തിൻ്റെതായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ മക്കൾ തൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തെ വിലമതിച്ച് എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് അനുഗ്രഹത്തെക്കാളും പ്രവചനങ്ങളെക്കാളും എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യത്തെ മാനിക്കുന്ന മക്കളെ ആകുന്നു. Verse 7. Let's jump into verse 7. ഏഴാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. It's just to let you know what is consecration. എന്താണ് വേർതിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. Now Moses used to take the tent and pitch it outside the camp. മോശ കൂടാരം എടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിന് ദൂരത്തടിച്ചു. A good distance from the camp. അതിന് ദൂരത്തടിച്ചു. And he called it the tent of meeting. അതിന് സമാഗമന കൂടാരം എന്ന പേരിട്ടു. That's consecration. അത് വേർതിരിക്കുന്ന അനുഭവമാകുന്നു. Going away from the regular mundane camp activities to set up a tent away from the regular things so that you can be with God. ദൈനംദിന കാര്യങ്ങളിൽ നിന്നും സാധാരണയുള്ള ആ കൂടാരങ്ങളിൽ നിന്നും മാറി വ്യത്യസ്തപ്പെട്ട് വേർതിരിക്കപ്പെട്ട ദൈവവുമായിട്ടുള്ള സാന്നിധ്യത്തിന് വേണ്ടി മാറി നിൽക്കുന്ന അനുഭവം. I'm just thinking, on a given day, ഞാൻ ചിന്തിക്കുകയായിരുന്നു പ്രത്യേക ദിവസം for Moses, മോശയ്ക്ക് he would have to take his tent, step out, walk a distance, put a tent different away from it, and wait on the Lord there in front of a lot of people who are watching him. He did not bother. He knew he needs to set himself apart to seek God's presence. ഏതൊരു ദിവസവും മോശയ്ക്ക് തന്റെ കൂടാരമെടുത്ത് ഈ വ്യക്തികളെല്ലാം ചുറ്റും നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരിൽ നിന്ന് മാറി ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. തനിക്ക് അതിനെക്കുറിച്ച് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. കാരണം തനിക്ക് അറിയാമായിരുന്നു തന്നെ വിളിച്ചിരിക്കുന്നതിനെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. And our Father, whenever He sees anyone who is seeking for Him, it just attracts His attention
to that person. നമ്മുടെ പിതാവ് ആ പിതാവ് നോക്കുമ്പോൾ ആരെങ്കിലും തൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ കാണുമ്പോൾ ഈ പിതാവിന്റെ ശ്രദ്ധ അവരിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. Whenever, verse 9, whenever Moses entered the tent, the pillar of cloud would descend and stand at the entrance of the tent, and the Lord will speak with Moses. മോശെ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. Now my imagination, sorry, you got to bear with my imagination. When Moses will pack his tent, the Lord will move his cloud. ഞാൻ ചിന്തിക്കുകയാണ്, മോശ തന്റെ കൂടാരം എടുക്കുമ്പോൾ ദൈവം മേഘസ്തംഭത്തെ ഒരുക്കുകയാണ്. When Moses is packing his tent, God is getting excited to meet with Moses. മോശ എപ്രകാരം തന്റെ ആ കൂടാരത്തെ പാക്ക് ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു, ദൈവം തന്റെ മകനുമായി കാണുവാനായിട്ട് ഏറെ ആവേശത്തോടെ ആകുകയാണ്. Moses takes his tents and he started to walk. God has started to walk towards that tent. മോശ തന്റേതായിട്ടുള്ള കൂടാരം എടുത്ത് നടന്നു തുടങ്ങുമ്പോൾ അപ്പോൾ ദൈവവും താൻ നടന്നു തുടങ്ങിയാണ് ആ കൂടാരത്തിലേക്ക്. I am believing when Moses is pitching the tent, God is waiting to have the conversation with Moses. ഞാൻ വിശ്വസിക്കുകയാണ്, മോശ ആ കൂടാരം അടിക്കുമ്പോൾ മോശയുമായിട്ട് സംഭാഷണത്തിലാകുവാൻ ഈ ദൈവം ആഗ്രഹത്തോടെ കാത്തു നിൽക്കുകയാണ്. Whenever Moses entered the tent, മോശ എപ്പോഴെല്ലാം ആ സമാഗമന കൂടാരത്തിലേക്ക് കയറിയോ, there was a manifest presence of God. അവിടെ ദൈവത്തിൻ്റെതായിട്ടുള്ള വെളിപ്പെടുത്തുന്നതായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നു. The manifest presence of God for Moses was the cloud. മോശയെ സംബന്ധിച്ച് ആ വെളിപ്പെട്ട് വരുന്ന സാന്നിധ്യം എന്ന് പറയുന്നത് മേഘസ്തംഭമാണ്. The manifest presence of God for Paul and Silas was the breaking up of the prison. പൗലോസിനെയും ശീലാസിനെയും സംബന്ധിച്ച് അവരുടെ വെളിപ്പെട്ട് വരുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ആ കാരാഗൃഹം തുറക്കുന്നതാണ്. God can manifest himself the way he would love to. ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ വെളിപ്പെടുത്തുവാൻ കഴിയും. But his promises, my manifest presence is for each one of us here in എന്നാൽ this place. ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ഉടമ്പടി എന്ന് പറയുന്നത് എന്റെ വെളിപ്പെട്ട് വരുന്ന ആ സാന്നിധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാകും. As I was with Moses, ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ so I will be with you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. For some it is cloud, ചിലർക്ക് അത് for മേഘസ്തംഭമായി, some it is fire, ചിലർക്ക് അത് അഗ്നിയായിരിക്കാം, for some it is a whirlwind, ചിലർക്ക് അത് വലിയൊരു for ചുഴലിയായിരിക്കാം, some it is a gentle voice, ചിലർക്ക് അത് വളരെ ചെറിയതായിട്ടുള്ള മൃദുവായിട്ടുള്ള സ്വരമായിരിക്കാം, for some it is a goosebump. ചിലർക്ക് അതൊരു രോമാഞ്ചത്തിന്റെ അനുഭവമായിരിക്കും. I am not here to talk about how he will manifest, അത് എങ്ങനെ ദൈവം വെളിപ്പെടുമെന്നുള്ളത് പറയാനല്ല ഞാൻ ഇവിടെ but ആയിരിക്കും. I can surely say എന്നാൽ if എനിക്ക് we ഉറപ്പായിട്ട് seek his പറയാം, presence, he will manifest his presence. നാം ദൈവത്തിന്റെ സാന്നിധ്യത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം തന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തും. Joshua was watching all this. യോശുവ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. He knew God promised him to go over the land, the prosperity, the angels, the demon chasing, all that was happening. And most Joshua probably would have, yes, let's do it. താൻ ഇതെല്ലാം കാണുകയാണ്. അതായത് ദൈവം സമൃദ്ധി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, ദൂതന്മാരുണ്ട്, അധികാരം തന്നിരിക്കുന്നു, ഇതെല്ലാം കണ്ട് ആവേശത്തോടെ ആയിരിക്കും. But then he heard Moses saying in verse 15, എന്നാൽ 15-ാമത്തെ വാക്യത്തിൽ മോശ ഇങ്ങനെ പറയുന്നത് താൻ കേൾക്കുകയാണ്. if your presence does not go with us, do not lead us up from here. തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. All the promises, the prosperity, the provisions, the prophecies, great. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചനങ്ങളും ഈ സമൃദ്ധിയും എല്ലാം നല്ലതാണ്. But if your presence is not going with us, എന്നാൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇല്ല എങ്കിൽ we are not going anywhere. ഞങ്ങൾ എങ്ങും പോകുന്നില്ല. This is what Joshua learned from his leader Moses. ഇതാകുന്നു തന്റെ നേതാവായിരിക്കുന്ന മോശയിൽ നിന്ന് യോശുവ പഠിച്ചത്. And that's why the passion to go after his presence. അതുകൊണ്ടാകുന്നു ഈ ദൈവ സാന്നിധ്യത്തിന് പുറകെ പോകുവാനുള്ള ആവേശം. For all the assignments God has for you, ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന എല്ലാ പദ്ധതികളും, for all the crossover, takeover that God has promised for you, കടന്നു ചെന്ന് പ്രാപിക്കുവാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെല്ലാം, let's hunger for his presence first. അതിനെക്കുറിച്ചെല്ലാം ആദ്യം നാം ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് Let's വിശ്വസിക്കാം, seek him. നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. Then all these things will get added. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കപ്പെടും. It will fall in place. അത് അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് വരുവാനിടയാണ്. But God is calling us, nudging us to consecrate ourselves to get into his presence. എന്നാൽ ദൈവം നമ്മെ വിളിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് വേർതിരിക്കുവാനാകും. In this season, ഈ കാലത്തിൽ
just around this end of this year, പ്രത്യേകമായിട്ട് ഈ വർഷാവസാനത്തിൽ and we're getting into start of a new year, നാം ഇപ്പോൾ പുതുവർഷത്തിന്റെ ആരംഭത്തിലേക്ക് കടന്നു വരികയാണ്. take time to set apart for God's presence. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വേർതിരിക്കുക. Just like Moses took his tent and camped somewhere else, just waiting on God's presence. മോശ എപ്രകാരം തന്റെ കൂടാരം എടുത്ത് മാറി നിന്ന് ദൈവസാന്നിധ്യം അന്വേഷിച്ചു, അതുപോലെ That was one of Moses' prayer. അത് മോശയുടെ ഒരു പ്രാർത്ഥനയുമാകുന്നു. His prayer was, if your presence does not go with us, do not lead us from here. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇതായിരുന്നു, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുതേ. Let that be our prayer too. അത് നമ്മുടെ പ്രാർത്ഥനയുമാകട്ടെ. In everything that we are doing in this season, നാം ഈ കാലത്തിൽ ചെയ്യുന്ന സകലത്തിലും I'm sure some of you are planning to reach out. എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ ചിലർ പുറത്തേക്ക് പോകുവാനോ, You will do a lot of Christmas programs. ക്രിസ്മസ് പ്രോഗ്രാംസ് എല്ലാം, ഔട്ട്റീച്ച് എല്ലാം പ്ലാൻ Might ചെയ്യുന്നുണ്ടാകാം. invite friends to your home. സുഹൃത്തുക്കളെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. All these are great. ഇതെല്ലാം വളരെ നല്ല കാര്യമാണ്. But without His presence, എന്നാൽ ദൈവ സാന്നിധ്യമില്ലാതെ this will fizzle. ഇതെല്ലാം അത് കുറഞ്ഞു പോകും. So let's take time out to draw to His presence first. അതുകൊണ്ട് ആദ്യം നമുക്ക് സമയമെടുക്കാം ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ. Verse 14, God gives a promise to Moses. 14ാമത്തെ വാക്യത്തിൽ ദൈവം മോശയ്ക്ക് ഒരു My വാഗ്ദത്തം നൽകി. presence shall go with you, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, and I will give you rest, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. so that we don't have to strive for our assignments. അതുകൊണ്ട് നമ്മുടെ പദ്ധതികളെ സംബന്ധിച്ച് നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. That's the difference between the children of God and the rest. അതാകുന്നു ദൈവമക്കളും മറ്റുള്ളവരുമായിട്ടുള്ള വ്യത്യാസം. Because we don't strive. കാരണം നാം അങ്ങനെ കഷ്ടപ്പെട്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. Because we know our Papa God. കാരണം നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവത്തെ നമുക്ക് അറിയാമല്ലോ. His presence is enough. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മതി. He's all that I need. അത് മാത്രം എനിക്ക് മതിയായത്. Even if the promises are not coming through, ആ വാഗ്ദത്തങ്ങളൊന്നും നിവൃത്തിയായില്ലെങ്കിൽ പോലും His presence is still enough. ആ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് മതി. His presence is all what we need. ഈ ദൈവത്തിന്റെ സാന്നിധ്യമാകും നമുക്ക് ആകെ Let ആവശ്യമുള്ളത്. that be our heart cry. അത് നമ്മുടെ ഹൃദയത്തിന്റെ രോദനമാകട്ടെ. Lord, if your presence does not go with us, we are not going anywhere from you. കർത്താവേ, തിരു സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങൾ എവിടെയും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. Make this your prayer. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയാക്കുക. I want you to visualize how Moses set himself apart. മോശ എങ്ങനെ തന്നെ തന്നെ വിശുദ്ധീകരിച്ചു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാട്ടെ. Make that as a practice. അത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ദൈനംദിന പ്രവൃത്തിയാക്കുക. Take time to be in secret with God. ദൈവവുമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ആ രഹസ്യ സ്ഥലത്തായിരിക്കും. When you pray, shut the door so that your Father who sees you in secret will minister to you in secret. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ രഹസ്യത്തിലുള്ള പ്രതിഫലം പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് പറഞ്ഞതുപോലെ. That's where we learn to cultivate His presence. അവിടെയാകുന്നു ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നാം പരിചിതരാകുന്നത്. Not that His presence will increase or decrease. അത് കുറയുമെന്നോ കൂടുമെന്നോ അല്ല. It is just that our awareness of His presence will get more sharpened. എന്നാൽ ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആ അറിവ്, അവബോധം അത് വർദ്ധിക്കുവാനിടയാകും. It's just that our mindfulness of His presence will get more sharpened. ദൈവത്തെക്കുറിച്ചുള്ള ആ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ തിരിച്ചറിവ് അത് വർദ്ധിക്കുവാനിടയാകും. Just that we will value His presence more. ദൈവത്തിന്റെ സാന്നിധ്യത്തെ നാം അധികമായിട്ട് വിലമതിക്കുവാൻ തുടങ്ങും. Because He is Jehovah Shammah. I will be there. കാരണം ഈ ദൈവം യഹോവ ശമ്മ ആകും, നമ്മോട് കൂടെ ഇരിക്കുന്ന And ദൈവം. when He's there fully. ഈ ദൈവം നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ പൂർണ്ണമായും നമ്മോട് കൂടെ ഉണ്ട്. He is there in His full majesty. ദൈവത്തിന്റെ ആ മുഴുവൻ പ്രൗഢിയോടുകൂടി ദൈവം നമ്മോട് കൂടെ It ആയിരിക്കും. is for us to sharpen our understanding of His presence. ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആ തിരിച്ചറിവ് നാം വർദ്ധിപ്പിക്കണം. That calls us to set apart time, space to be in His presence. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ സമയം വേർതിരിക്കണം, സ്ഥലം വേർതിരിക്കണം, അതെല്ലാം ആവശ്യമാണ്. I'm believing God is raising up a generation who is passionate about His presence. ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഏറ്റവും ആവേശത്തോടു കൂടി ആയിരിക്കുന്ന ഒരു തലമുറയെ ദൈവം വാർത്തെടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. They will consecrate themselves seeking after Him. ഈ ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വേർപെടുത്തും. And then Moses has one more prayer. There are 3 prayers in this chapter. ഈ അധ്യായത്തിൽ 3 പ്രാർത്ഥനയുണ്ട്. മോശയുടെ ഒരു പ്രാർത്ഥനയും കൂടെ നമുക്ക് കാണാം. Verse 13. 13ാമത്തെ വാക്യം. Now therefore I pray you, if I found favor in your sight, let me know your ways that I may know
you. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. Look at Moses' heart. മോശയുടെ ഹൃദയം നിങ്ങൾ It ശ്രദ്ധിച്ചാൽ took time to experience his presence. ദൈവത്തിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാൻ അറിയുവാൻ സമയമെടുത്തു. And his prayer is, I want to know you. I want to know your ways. അങ്ങയെ അറിയണം, അതോടൊപ്പം തന്നെ എനിക്ക് അങ്ങയുടെ വഴികളെ അറിയണം. Knowing God is our primary purpose. ദൈവത്തെ അറിയുക എന്നുള്ളതാകുന്ന നമ്മുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള That's പദ്ധതി. what God is seeking from us. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാകും. That we may know him. അത് ദൈവത്തെ നാം അറിയുകയും We might have known, some big fraction about him. ദൈവത്തെ കുറിച്ച് നാം അല്പം മാത്രം Bible മനസ്സിലാക്കിയിട്ടുണ്ടാകും. says it would take an eternity to know him. തിരുവചനം പറയുന്നത് ഈ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ നിത്യതയോളം സമയമെടുക്കും. That's why eternity is not going to be boring. അതുകൊണ്ട് ഈ നിത്യത എന്ന് പറയുന്നത് എന്തായാലും വിരസമാവുകയില്ല. Frankly, I thought eternity is going to be boring. ഞാൻ ചിന്തിച്ചു ഒരുപക്ഷെ നിത്യത എന്ന് പറയുന്നത് വളരെ വിരസമായിരിക്കും. Because I always thought there is only worship there. ഞാൻ ചിന്തിച്ചത് അവിടെ ആരാധന മാത്രമേ ഉള്ളെന്നാ And I am വിചാരിച്ചു. not good in singing, not in music. എനിക്കാണെങ്കിൽ സംഗീതമോ വലിയ ഇഷ്ടമില്ല, അല്ലെങ്കിൽ പാടാനും വലിയ കഴിവില്ല. Only I can do maybe hallelujah, stotram, stotram, stotram. എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്തോത്രം പറയുക എന്നുള്ളത് മാത്രമായി. Really, I thought for a long time that heaven is boring. ഞാൻ കുറെ കാലമായിട്ട് ചിന്തിച്ചു സ്വർഗം വളരെ വിരസമായുള്ള സ്ഥലമായിരിക്കും. And hell might be very interesting. എന്നാൽ നരകമാണെങ്കിൽ വളരെ രസമായിരിക്കും എന്ന് വിചാരിച്ചു. Because again, you have gossips, you have അവിടെ hatred, you have all that പരദൂഷണമുണ്ട്. stuff. Till I came across this verse, ഈ വാക്യം കാണുന്നത് വരെ that it will take an eternity to know God. അതായത് ദൈവത്തെ അറിയുവാൻ നിത്യതയോളം നമുക്ക് സമയം So ആവശ്യം. if one moment you realize God's one dimension about his nature, the next moment is a different dimension of God's nature. അപ്പോൾ ദൈവ സ്വഭാവത്തെ കുറിച്ച് ഒരു സമയത്ത് നാം ഒരു കാര്യം മനസ്സിലാകുന്നുവെങ്കിൽ അടുത്ത തവണ നമുക്ക് മനസ്സിലാകുന്ന ദൈവത്തെ കുറിച്ച് മറ്റൊരു By കാര്യമാണ്. the time you know the next dimension, you want to worship him for who he is and his revelation of his nature. There is something else that is now revealed. Then you go into worshiping there. Then you go into worshiping there. And then you suddenly realize that you have to just stand in awe with no words because before this mighty God. And as you gaze at his glory, then another dimension is revealed. അപ്പോഴത്തേക്കും ദൈവത്തെ ആ വെളിപ്പാട് മനസ്സിലാക്കി ആരാധിക്കാൻ ഒതുങ്ങുമ്പോഴത്തേക്കും മറ്റൊരു വെളിപ്പാട് നമുക്ക് മനസ്സിലാക്കിയാകുന്നു. പലപ്പോഴും ആരാധിക്കുമ്പോൾ വാക്കുകളില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ മാത്രമേ നമുക്ക് കഴിയാറുള്ളൂ. We will never be bored. നാം ഒരിക്കലും വിരസമായ അനുഭവത്തിലൂടെ There's so കടന്നു much to know about our Papa God. നമ്മുടെ പിതാവാകുന്ന ദൈവത്തെക്കുറിച്ച് ഒരുപാട് ഇനിയും അറിയുവാൻ കിടക്കും. Let's start from now. ഇവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം. Make it your prayer. അത് നിങ്ങളുടെ പ്രാർത്ഥനയാക്കണം. Like Moses prayed. മോശ പ്രാർത്ഥിച്ചതുപോലെ I want to know you. അങ്ങേ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Can you tell that loudly? I want to know അത് you. ഉറക്കെ പറയാമോ? അങ്ങേ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Close your eyes, look to Father and say, Father, I want to know you. കണ്ണടച്ച പിതാവിങ്കിലേക്ക് നോക്കി പറഞ്ഞാട്ടെ, പിതാവേ അങ്ങേ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. You know what? This is one prayer the Lord will answer. നിങ്ങൾക്കറിയാമോ, ഈ പ്രാർത്ഥന നിശ്ചയമായും ദൈവം ഉത്തരം നൽകുന്ന He പ്രാർത്ഥനയാണ്. wants to reveal himself to his children. തന്നെ തന്നെ തന്റെ മക്കൾക്ക് വെളിപ്പെടുത്തുവാൻ ഈ പിതാവ് ആഗ്രഹിക്കുന്നു. So that true worship will rise up from our spirit. അതുകൊണ്ട് നമ്മുടെ ആത്മാവിൽ നിന്ന് സത്യ നമസ്കാരം പുറത്തു വരും. And we are worshiping in spirit and in truth then. അങ്ങനെ നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാകും. So his first prayer was, Lord, do not allow me to go from here without your presence. അതുകൊണ്ട് ആദ്യത്തെ പ്രാർത്ഥന ഇതായിരുന്നു, തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇല്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ ഒന്ന് Second, പുറപ്പെടുവിക്കരുത്. he prayed, I want to know you. രണ്ടാമതായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങയെ ഞങ്ങൾക്ക് അറിയണം. That's a deep hunger. അതൊരു ആഴത്തിലുള്ള വിശപ്പാകും. I want to know you. അങ്ങയെ ഞങ്ങൾക്ക് അറിയണം. And the third prayer, മൂന്നാമതായിട്ടുള്ള പ്രാർത്ഥന verse 18. 18ാമത്തെ വാക്യം. Then Moses said, മോശ പറഞ്ഞു, I pray you, show me your glory. അങ്ങയുടെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് I അപേക്ഷിച്ചു. want you to imagine the situation. ഈ സാഹചര്യം നിങ്ങൾ ചിന്തിച്ചാട്ടെ. The people were backslidden. അവിടെയുള്ള ജനം പിന്മാറ്റത്തിൽ. Moses threw the tablets down. മോശയാണെങ്കിലോ ആ ന്യായപ്രമാണം താഴേക്കെറിഞ്ഞു. He and his people killed about 3,000 odd people. താനും തന്റെ ജനവും ഏകദേശം 3000ഓളം പേരെ വധിച്ചു. Maybe it was one of the dark days for Moses too. ഒരുപക്ഷെ മോശയെ സംബന്ധിച്ചുള്ള വളരെ ഇരുട്ടുള്ള ദിനങ്ങളായിരിക്കാം അത്.
But he made a choice എന്നാൽ താൻ ഒരു തിരഞ്ഞെടുപ്പെടുത്തു. to take his tent, തന്റെ കൂടാരമെടുത്ത് to seek his presence. ദൈവത്തിന്റെ സാന്നിധ്യത്തെ അന്വേഷിക്കുവാൻ, Continued his prayer of God, I want to know you. ദൈവമേ എനിക്ക് അങ്ങയെ അറിയണം എന്നുള്ള ആ പ്രാർത്ഥന And തുടർന്നുകൊണ്ടേയിരുന്നു. in that moment of crisis, ആ പ്രയാസഘട്ടത്തിൽ his prayer was, show me your glory. തന്റെ പ്രാർത്ഥന ഇതായിരുന്നു, ദൈവമേ അങ്ങയുടെ തേജസ് എനിക്ക് കാണിച്ചു തരണം. God negotiated with him ദൈവം താനുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. and said, I will show you a glimpse of ഞാൻ my വേണമെങ്കിൽ glory. അതിന്റെ ചെറിയ ഒരു അംശം മാത്രം കാണിച്ചു തരാം. And I'm taking the courage ഞാൻ ധൈര്യമെടുത്ത് to pray this prayer today. ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. God, show us a glimpse of your glory. ദൈവമേ അങ്ങയുടെ തേജസ്സിന്റെ ഒരു അംശമെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. God who was with Moses, ദൈവം മോശയോട് കൂടെ ഉണ്ടായിരുന്നത് പോലെ so shall he be with us. ഈ ദൈവം നമ്മോട് കൂടെയും ഉണ്ടാകും. God who revealed the glory to Moses ദൈവം മോശയ്ക്ക് തന്റെ തേജസ് വെളിപ്പെടുത്തി കൊടുത്ത will പോലെ reveal his glory to us. തന്റെ തേജസ് നമുക്കും വെളിപ്പെടുത്തും. God who revealed his ways to Moses ദൈവം മോശയ്ക്ക് എപ്രകാരം തന്റെ വഴികളെ വെളിപ്പെടുത്തിയോ will reveal his ways to us. അതുപോലെ തന്റെ വഴികളെ നമുക്കും വെളിപ്പെടുത്തും. God who revealed his presence to Moses ദൈവം തന്റെ സാന്നിധ്യം എങ്ങനെ മോശയ്ക്ക് വെളിപ്പെടുത്തിയോ will reveal his presence to us. അതുപോലെ തന്റെ സാന്നിധ്യം നമുക്കും വെളിപ്പെടുത്തും. Our God is a God who reveals himself. തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവമാകും നമ്മുടെ ദൈവം. In the name Jehovah Shammah, he revealed that I will be there with you. യഹോവ ഷമ്മ എന്നുള്ള ആ പേരിലൂടെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് ദൈവം വെളിപ്പെടുത്തി. When Ezekiel was writing that prophetic letter, it was the dark days of Israel. യെഹെസ്കേല് ഇപ്രകാരം ആ പ്രവാചക ലേഖനം എഴുതുമ്പോൾ അത് ഇസ്രായേലിന്റെ ഇരുട്ടുള്ള ദിനങ്ങളായിരുന്നു. But God was still promising his presence to his people. എന്നാൽ ദൈവം ഇപ്പോഴും ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം തന്റെ ജനത്തിന് പറഞ്ഞുകൊണ്ടിരിക്കും. Can we all rise up on our feet? നമുക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാമോ? As we step into a new month and then a new year for a new beginnings, for a new season, whatever God has for you. നാം പുതിയ മാസത്തിലേക്ക്, അതിനുശേഷം പുതിയ വർഷത്തിലേക്ക്, പുതിയ കാലത്തിലേക്ക് ദൈവം എന്തെല്ലാം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നുവോ അതിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ You might be getting into a new assignment, ഒരുപക്ഷെ നിങ്ങൾ പുതിയ ഒരു ദൗത്യത്തിലേക്കായിരിക്കാം a കയറുന്നത്. new ministry, ഒരു പുതിയ ശുശ്രൂഷയിലേക്ക്, a new project, ഒരു പുതിയ പ്രോജക്റ്റിലേക്കായിരിക്കാം. something which you have never done before. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ. His promise to you is, as I was with Moses, ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങൾക്കുള്ളത് ഇതാകുന്നു, ഞാൻ So- മോശയോട് കൂടെ ഇരുന്നതുപോലെ so I will be with you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. I am Jehovah Shammah. ഞാൻ യഹോവ ഷമ്മ ആകും. I will be there. ഞാൻ കൂടെ ഇരിക്കും. I will be there. ഞാൻ കൂടെ ഇരിക്കും. In your old age that you are worried about, I will be there. നീ ഭാരപ്പെടുന്ന നിന്റെ വാർദ്ധക്യത്തിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. In your business that you're concerned about, I will be there. നീ ഭാരപ്പെടുന്ന നിന്റെ സംരംഭങ്ങളിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. In your health situation that you're concerned about, I will be there. നിന്നെ ആശങ്കപ്പെടുത്തുന്ന നിന്റെ ആരോഗ്യ മേഖലയിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. In the ministry that you're working on, I will be there. നീ പ്രവർത്തിക്കുന്ന നിന്റെ ശുശ്രൂഷയിൽ ഞാൻ നിന്റെ I കൂടെ am ഇരിക്കും. Jehovah Shammah. ഞാൻ യഹോവ ഷമ്മ. I am Jehovah ഞാൻ Shammah. യഹോവ ഷമ്മ. I will be there with you. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. I will be there with you. ഞാൻ നിന്നോട് കൂടെ I ഇരിക്കും. will not leave you nor forsake you. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയുമില്ല. I will never leave you nor forsake ഞാൻ you. ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയുമില്ല, You are കൈവിടുകയുമില്ല. mine. നീ എന്റേതാകുന്നു. And I've loved you with an everlasting ഞാൻ love. നിത്യ സ്നേഹത്താൽ നിന്നെ I സ്നേഹിച്ചിരിക്കുന്നു. can never leave you. എനിക്ക് നിന്നെ ഒരിക്കലും I ഉപേക്ഷിക്കുവാൻ can never കഴിയില്ല. leave you. എനിക്ക് നിന്നെ ഒരിക്കലും I ഉപേക്ഷിക്കുവാൻ can never കഴിയില്ല. leave you. എനിക്ക് നിന്നെ ഒരിക്കലും I can ഉപേക്ഷിക്കുവാൻ never കഴിയില്ല. leave you. എനിക്ക് നിന്നെ ഒരിക്കലും I am ഉപേക്ഷിക്കുവാൻ കഴിയില്ല. Jehovah Shammah. ഞാൻ യഹോവ ഷമ്മ. I am Jehovah Shammah. ഞാൻ യഹോവ ഷമ്മ. I want you to raise your hands and look to the Lord and say, Jehovah Shammah. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ നോക്കി യഹോവ ഷമ്മ എന്ന് പറഞ്ഞാട്ടെ. Call on his name, Jehovah Shammah. യഹോവ ഷമ്മ എന്നുള്ള നാമത്തിൽ വിളിക്കുക. Call on his name louder, Jehovah Shammah. ഉറക്കെ യഹോവ ഷമ്മ എന്നുള്ള നാമത്തിൽ വിളിച്ചാട്ടെ. For every situation, God is there. He's ഏതൊരു Jehovah Shammah. സാഹചര്യത്തിലും ഈ യഹോവ ഷമ്മ ദൈവം കൂടെ ഇരിക്കും. Oh, some of you are concerned about your children's future. നിങ്ങളിൽ ചിലർ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് The Lord is saying, I will be there.
ദൈവം പറയുകയാകുന്നു ഞാൻ കൂടെയുണ്ട്. Some of you are concerned about the marriage. നിങ്ങളിൽ ചിലർ വിവാഹത്തെക്കുറിച്ച് The ഭാരപ്പെട്ടിരിക്കുന്നു. Lord is saying, I will be there. ദൈവം പറയുകയാണ് ഞാൻ കൂടെയുണ്ട്. Some financial situations. ചില സാമ്പത്തിക വിഷയങ്ങൾ. Lord is saying, I will be there. ദൈവം പറയുകയാണ് ഞാൻ കൂടെയിരിക്കും. For a new project, I will be there. ഒരു പുതിയ പ്രോജക്റ്റ് ദൈവം പറയും ഞാൻ This is കൂടെയിരിക്കും. coming again and again to my mind and my spirit. ഇത് എന്റെ ആത്മാവിൽ എന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വരികയാണ്. Somebody is waiting to start a new ministry or get into their calling or to operate in their gift. ചില വ്യക്തികൾ അവരുടേതായിട്ടുള്ള ആ പുതിയ ശുശ്രൂഷ, അവരുടെ വിളി, അവരുടെ കൃപാവരത്തിൽ പ്രവർത്തിക്കുവാൻ കാത്തു നിൽക്കുകയാണ്. The Lord is saying, I will be there. ദൈവം പറയുകയാണ് ഞാൻ കൂടെയിരിക്കും. I am Jehovah Shammah. ഞാൻ യഹോവ ശമ്മ. I will be there. ഞാൻ കൂടെയിരിക്കും. Hallelujah. ഹല്ലേലൂയ. Ruha sikebe leandenia. Rante kebe zural khabar. Eke zibal bezonte ne makazalaria. Rojen kalbe dozini da labu. Labeko sikal lezina. Roshia la makezini andrazia. Oh, I rukaba zurila kredriazia. Ah, baba sikebe kol makazir makadala razia. People of God, hunger for his manifest presence. ദൈവജനമേ I believe the Lord is manifesting his presence personally to you. ദൈവം തന്റെ സാന്നിധ്യം വ്യക്തിപരമായി നിങ്ങളോട് വെളിപ്പെടുത്തുന്നു. As I was with Moses, so I will be with you. ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. Oh, Razebekeldenia makazela makazuno mukurobadarasya. Let there be a hunger for his presence. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒരു വിശപ്പ്. Spirit of God, I pray that Lord, we have got into the mundane and the regular, but today we set us apart to seek your presence, O God. ദൈവാത്മാവേ, ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ തന്നെ വേർതിരിച്ച് അങ്ങയുടെ സാന്നിധ്യത്തിന് I വേണ്ടി believe ഞങ്ങൾ the Spirit of ചുവടെടുക്കും. God is moving, is bringing in a hunger, a passion for his presence. ദൈവത്തിന്റെ ആത്മാവ് Passion for his presence. വേണ്ടി വലിയ ആവേശം Oh, കൊണ്ടുവരും. let your presence dwell among your people, O God. Oh, Rosheke de la bakula bara 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 she. Roshikani ziara bara bara kadara bara ziara bara zia. These are days of Shekinah glory. ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഷെഖൈന ഗ്ലോറിയുടെ ദിവസങ്ങളാണ്. These are days of Shekinah glory. ഷെഖൈന ഗ്ലോറി, തേജസ്സിന്റെ ദിവസങ്ങൾ. He's a covenant keeping God. ദൈവം ഉടമ്പടി സൂക്ഷിക്കുന്ന ദൈവമാണ്. He has promised a manifest presence. ദൈവം തന്റെ സാന്നിധ്യത്തെ പ്രകടമാക്കും എന്ന് He will പറഞ്ഞു. manifest his presence personally to you. ദൈവം വ്യക്തിപരമായി നിങ്ങൾക്ക് വെളിപ്പെടുത്തും. Can you take the tent and pitch it apart? നിങ്ങൾ വേർതിരിച്ച് ആ കൂടാരം അടിക്കാമോ? God will descend in his cloud in his own way to meet with you. ദൈവം തന്റേതായിട്ടുള്ള വഴിയിൽ മേഘസ്തംഭത്തോടുകൂടെ നിങ്ങളെ കാണുവാൻ കടന്നു വരും. More than your desire, God is desiring to meet with you. നിങ്ങളുടെ ആഗ്രഹത്തെക്കാൾ നിങ്ങളെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. It's the days of greater glory. വരുവാനിരിക്കുന്ന ദിവസങ്ങൾ വലിയ തേജസ്സിന്റെ ദിവസങ്ങളാണ്. Manifestation of his glory. ദൈവ തേജസ്സിന്റെ വലിയ പ്രകടമാകുന്ന ദിവസങ്ങൾ. Father, through your spirit we take the boldness and the courage. പിതാവേ, അങ്ങയുടെ ആത്മാവ് മുഖാന്തരം ഞങ്ങൾ ധൈര്യത്തോടുകൂടെ As a body we are asking you, Father, ഞങ്ങൾ അങ്ങയുടെ ശരീരമായി ഞങ്ങൾ ചോദിക്കുന്നു, trembling, വിറച്ചുകൊണ്ട് show us a glimpse of your glory. കർത്താവേ, അങ്ങയുടെ തേജസ്സിന്റെ ഒരു അംശം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. We recognize no man can stand, Lord, to see a glimpse of your glory. അങ്ങയുടെ തേജസ് കാണുവാൻ, അഭിമുഖമായി കാണുവാൻ ഒരു മനുഷ്യനും നിൽക്കുവാൻ കഴിയുകയില്ല. Lord, when in your glory all your nature manifests together.
കർത്താവേ, അങ്ങയുടെ തേജസ്സിൽ അങ്ങയുടെ സകല സ്വഭാവം ഒന്നിച്ച് വെളിപ്പെടുമല്ലോ. It's beyond us to even comprehend or even, Lord, to desire കർത്താവേ, അത് see ഞങ്ങൾക്ക് your ഗ്രഹിക്കുവാൻ glory. കഴിയുന്നതിലും അപ്പുറമാണല്ലോ ഇത് അങ്ങയുടെ തേജസ് കാണുവാൻ ആഗ്രഹിക്കുന്നത് But തന്നെ. in your presence, in the presence of the Holy Spirit, Father, we take courage and we're asking you, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ധൈര്യമെടുത്ത് ഞങ്ങൾ അത് ചോദിക്കുന്നു. show us your glory. അങ്ങയുടെ തേജസ് വെളിപ്പെടുത്താമോ? Show us your glory. അങ്ങയുടെ തേജസ് വെളിപ്പെടുത്തണമേ. Show us your glory, Father. അങ്ങയുടെ തേജസ് വെളിപ്പെടുത്തണമേ പിതാവേ. Father, wherever we go, ഞങ്ങൾ എവിടെ പോയാലും പിതാവേ, let your presence come with us. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കും. I pray everyone in this place will be very mindful of your presence, O God. ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ, ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും അങ്ങയുടെ സാന്നിധ്യത്തെക്കുറിച്ച് വലിയ ബോധ്യമുള്ളവരായി. Spirit of God, won't you just bring in such an awareness of your presence? ദൈവാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അതുപോലെ ഉള്ളൊരു ബോധ്യം ഓരോ ഹൃദയങ്ങളിലും നൽകണമേ. Father, as we abide in your presence, പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ വസിക്കുമ്പോൾ we want to know you. അങ്ങയെ ഞങ്ങൾ അറിയുവാൻ We ആഗ്രഹിക്കുന്നു. want to know your ways. അങ്ങയുടെ വഴികൾ ഞങ്ങൾക്ക് അറിയണം. We want to see a glimpse of your glory. അങ്ങയുടെ തേജസ്സിന്റെ ഒരു അംശം ഞങ്ങൾക്ക് കാണണം. We thank you, Father. പിതാവേ നന്ദി. We thank you, Father. പിതാവേ നന്ദി. We thank you, Father. പിതാവേ നന്ദി. Abba, thank you. അപ്പാ നന്ദി. Abba, thank you. പിതാവേ നന്ദി. Jehovah Shammah, യഹോവ ശമ്മ, the Lord is there. കൂടെ ഇരിക്കുന്ന ദൈവം. Let it itch in our hearts. അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടട്ടെ. As the Lord was with Moses, ദൈവം മോശയോട് കൂടെ ഇരുന്നത് പോലെ so he will be with us. അതുപോലെ നമ്മോട് കൂടെയും He ഇരിക്കും. is Jehovah Shammah. യഹോവ ശമ്മ ആകുന്ന ദൈവം. Thank you, Lord. Hallelujah. നന്ദി പിതാവേ.